കുട്ടികളെയും കൂട്ടി ആൽമുഖത്ത് ചെയ്യാൻ പോയ വഴികളിലൂടെയാണ് ഞങ്ങളിന്ന് സഞ്ചരിക്കുന്നത്. അതാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ജിസ്മോൾ താമസിക്കുന്നത്. ജിസ്മോളിൻ്റെ അഡ്വക്കേറ്റ് ആയിരുന്നു. അവരുടെ ബോർഡൊക്കെ വീടിന് സഞ്ചരിച്ചിട്ടുണ്ട്. ജിസ്മോളും ഭർത്താവും കുട്ടികളുമൊക്കെ താമസിച്ച വീടാണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. ഇതിന് മുൻപ് ATS എന്ന് പറഞ്ഞ ട്രാവൽസിൻ്റെ ഉടമകളായിരുന്നു. അപ്പം അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ATS ട്രാവൽസ് അങ്ങനെ ഒരു വലിയ വീടാണ്, വലിയൊരു കുടുംബമായിരുന്നു ഇവരുടേത്. ഈ വീട്ടിൽ നിന്നാണ് ജിസ്മോള് കുട്ടികളെയുമായിട്ട് രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് ആൽമയത്തേക്ക് ഇറങ്ങിത്തിരിച്ചത്. തൊട്ടടുത്താണ് പള്ളിയും പാരിഷ് ഹാള് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു CCTV ഇവിടെ ഈ പള്ളി പാരിഷ് ഹാളിലുണ്ട്. കുട്ടികളുടെ ബോഡിയൊക്കെ ഇവിടെ ജില്ലയുടെ വീട്ടുകാരുടെ അഭ്യർത്ഥന പേര് ഇവിടെയാണ് വെച്ചത്. കോഴിക്കോട് പള്ളിയിൽ പാരിഷ് ഹാളിലാണ്. ആ CCTVയുടെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടാൽ ജിസ്മോൾ എപ്പോഴാണ് ഇറങ്ങിത്തിരിച്ചതെന്ന് കാണാൻ സാധിക്കും. ജിമ്മയുടെ അമ്മ ലീന ടീച്ചർ പഠിപ്പിച്ചത് ഈ സ്കൂളാണിത്. സ്കൂളും പള്ളിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അടുത്തടുത്താണ്. ബാങ്കിൻ്റെ എവിടെയും പള്ളിയുടെ എവിടെയും ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, CCTV ക്യാമറയുണ്ട്. ഈ പോയ ആ ദൃശ്യങ്ങൾ പുറത്തു വിട്ടാൽ ജിസ്മോളെ എപ്പോഴാണ് ഇറങ്ങിത്തിരിച്ചതെന്നും ഏത് വഴിയാണ് പോയതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്നാണ് ആ ബോർഡ് വെച്ചേക്കുന്നതിന്റെ അതുവഴിയാ 100 ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട്. ജിസ്മോൾ കുട്ടികളെ കൂടി ചാടുന്ന ആ വെല്ലുകല്ല് ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് ആ വെല്ലുകല്ലിൻ്റെ അവിടെ നിന്നാണ് ചാടുന്നത്. ഒരു കുട്ടി അവിടെയായിരുന്നു ബോഡി അവിടെ നിന്നാണ് കിട്ടിയത്. ഒരാളുടെ ഇവിടുന്ന് അല്ലേ ഇവിടുന്ന്. ജിസ്മോളുടെ ബോഡി അവിടെ നിന്ന് ആ പൂക്കൾ നിൽക്കുന്ന അങ്ങേക്കരയെന്നാണ് കിട്ടുന്നത്. ജിസ്മോളുടെ ബോഡി ആ പൂക്കൾ നിൽക്കുന്നത് ഈ പുഴയുടെ മറുകര കണ്ടോ, ആ പൂക്കൾ നിൽക്കുന്നത് അവിടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അതിൻ്റെ ഒരു വെള്ളമൊക്കെ കിടപ്പുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് ഒത്തിരി ആഴമുണ്ടോ ഇതിന്? അങ്ങോട്ട് മാറി ഒത്തിരി ആഴമുണ്ടല്ലേ? ഭയങ്കര ഒത്തിരി നല്ല ആഴമുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ. ഇതിൻ്റെ പേരെങ്ങനെയാ? മീനച്ചിലാറ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.